ഇനിയിപ്പോൾ വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പാണ്. നാളെ പുലർച്ചയോടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഈ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് എത്തുന്നതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലടക്കം ഈ വോട്ടെണ്ണൽ എന്നത് അതിസങ്കീർണമായ ഒന്നാണ്. ഒരുപക്ഷെ ബാലറ്റ് പേപ്പറിൽ നിന്ന് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയപ്പോൾ അതിന്റെ സമയം, അതായത് ഫലം അറിയുന്നതിന്റെ സമയം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വോട്ടെണ്ണൽ ഓരോ മെഷീനുകളിലെയും വോട്ടെണ്ണേണ്ടതുണ്ട്. അതിനുശേഷം നറുക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആ നറുക്കെടുപ്പിൽ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളുണ്ട്. അതിനപ്പുറത്ത് വിവി പാറ്റുകൾ എണ്ണേണ്ടതുണ്ട്. വിവി പാറ്റുകൾ എണ്ണുമ്പോൾ അതിൽ ടാലി ആകുന്നില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന വീണ്ടും റൗണ്ടുകൾ എണ്ണേണ്ടതുണ്ട്. അങ്ങനെ അതിസങ്കീർണമായ പ്രവൃത്തികൾ, അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ട്. അഭിലാഷ്, ഇത്തവണ 5:30 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ പുറത്തെത്തിക്കും. അതായത് നേരത്തെയൊക്കെ 6, 6:30, 7 മണി ഒക്കെ ആയിരുന്നു ഇതിന്റെ സമയം. 4 മണിക്ക് ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5:30 മണിയോടുകൂടി ഇതിന്റെ പ്രക്രിയകൾ ആരംഭിക്കും എന്നുള്ളതാണ്. കാരണം വോട്ടെണ്ണൽ 8 മണിക്കാണ്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണും. അതിനുശേഷം 8:30 ആയിരിക്കും ഈ വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുക. തീർച്ചയായും നാളെ രാവിലെ മുതൽ ഈ ഡേറ്റകൾ ഏറ്റവും ആധികാരികമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി നമ്മുടെ പ്രതിനിധികൾ ഇതിന്റെ വിലയിരുത്തലുകളുമായി ചേരും. ഒപ്പം കേരളത്തിലെ പൊതുവെയുള്ള സാഹചര്യം MG മിഥുൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ER രാഗേഷ്, ദേശീയ തലത്തിലെ ഒരു സാധ്യതകൾ, ഇന്ത്യ മുന്നണിയുടെ പുതിയ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റുകളും എടുത്തുകൊണ്ട് ചേരുന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഷോയ്ക്ക്. ആദ്യം മിഥുനിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലേ? മിഥുൻ, ഇവിടെ നമ്മുടെ ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് കേരളത്തിലെ പ്രധാന കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ളത്, BJP ഒഴിച്ചുള്ള ആളുകൾ. എന്താണ് അവർ ഇപ്പോഴും പുലർത്തുന്ന ഒരു ആത്മവിശ്വാസം? ഈ എക്സിറ്റ് പോളുകൾ, കഴിഞ്ഞ ദിവസവും എക്സിറ്റ് പോളുകൾ ഇങ്ങനെ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദുവിന്റെ എക്സിറ്റ് പോൾ വന്നു. അവിടെയും BJPക്കാണ് അപ്രമാദിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതും കേരളത്തിലെ പ്രത്യേകത BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന, ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ എന്തൊക്കെ വാദങ്ങളാണ് LDFും UDF മുന്നോട്ട് വെക്കുന്നത്? രഞ്ജിത്ത്, ഈ 2 മുന്നണികൾ, അതായത് NDA മുന്നണിയും ഒപ്പം തന്നെ UDFനുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഈ ഒരു എക്സിറ്റ് പോളുകളിലൂടെ കേരളത്തിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്ത് അത്തരത്തിലുള്ള പ്രകടമാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അതിൽ UDF 2019 സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ നടത്തുമെന്നുള്ള ഒരു പ്രവചനം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുകയും ചെയ്യുന്നു. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ 1 മുതൽ 3 സീറ്റുകൾ വരെ നേടാൻ NDAക്ക് സാധിക്കുമെന്നുള്ളൊരു പ്രവചനം കൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് BJP ക്യാമ്പിനെ സംബന്ധിച്ച്, NDA ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത്. കാരണം അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന 3 മണ്ഡലങ്ങളാണ്. അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ. ഈ 3 മണ്ഡലങ്ങളാണ് BJPക്ക് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതിൽ ആറ്റിങ്ങലിലെ കാര്യം നമുക്ക് തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. കാരണം ആറ്റിങ്ങലിൽ എത്രത്തോളം വി മുരളീധരന് വിജയിച്ചു കയറാനാകും, അതായത് UDFനെയും ഒപ്പം തന്നെ LDFനെയും പിന്തള്ളിക്കൊണ്ട് NDAക്ക് എങ്ങനെ മുന്നേറാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം തിരുവനന്തപുരത്തും തൃശ്ശൂരും, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ട ചില മണ്ഡലങ്ങൾ. അതായത് തിരുവനന്തപുരത്ത് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ശശി തരൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക്, അതായത് പോളിംഗിന് അവസാന സമയത്തേക്ക് എത്തിയപ്പോൾ ആ പറച്ചിൽ അത് പിന്നീട് അവർ തിരുത്തുകയായിരുന്നു. അതായത് NDAയും ഒപ്പം തന്നെ UDFും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം തിരുവനന്തപുരത്ത് പ്രകടമാകുന്നു എന്നുള്ളൊരു പരാമർശമായിരുന്നു നടത്തുകയും ചെയ്തത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കടന്നുവരവോടുകൂടി അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറുകയും ഒപ്പം തന്നെ നിലവിൽ അവിടെ ആർക്കാണ് വിജയസാധ്യത, അതായത് വിശ്വപൗരനാണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനാണോ അവിടെ വിജയക്കൊടി പാറിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൂന്നാമതൊരു ടേം കൂടി ശശി തരൂരിന് ജനങ്ങൾ നൽകും. അവിടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്, എല്ലാ കാലത്തും വിധി നിർണ്ണയിച്ചിട്ടുള്ളത് തീരദേശ മേഖലകൾ തന്നെയാണ്. കാരണം ഈ തീരദേശ മേഖലയിലെ വോട്ടെണ്ണുമ്പോഴാണ് UDFന് അനുകൂല തരംഗമായി മാറുന്നത് നമ്മൾ കഴിഞ്ഞ 2019-ലും 2014-ലും കാണാൻ സാധിച്ചത്. 2014-ൽ O രാജഗോപാൽ ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 4 നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ അന്ന് O രാജഗോപാലിന് സാധിച്ചു. പക്ഷേ പിന്നീട് തീരദേശ മേഖലയിലേക്കുള്ള വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ അത് വീണ്ടും UDFന് അനുകൂല തരംഗമായി മാറുന്നതാണ് കാണാൻ സാധിച്ചത്. അത് 2019 വരുമ്പോൾ കുമ്മനം രാജശേഖരനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ അത് വലിയ രീതിയിലുള്ള
വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ വലിയ മികച്ച വിജയം നേടാൻ ശശി തരൂരിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തവണ ആ ഒരു പ്രകടനം, അതായത് ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളും ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുതയായിട്ടുള്ളത്. അത് അവിടുത്തെ ജനങ്ങൾ ആർക്കാണ് വിധി എഴുതിയിരിക്കുന്നത്, അവർക്ക് ആർക്കൊപ്പമാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരത്തെ കാര്യത്തെ നോക്കുമ്പോൾ തീരദേശ മേഖല തന്നെയായിരിക്കും ഇത്തവണയും വിധി നിർണ്ണയിക്കുക. അതേസമയം ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2019 വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഉയർത്തിയത്. പക്ഷേ അന്ന് ടി എം പ്രതാപൻ ആ ഒരു തരംഗത്തിൽ വലിയ രീതിയിൽ മാർജിനിൽ വിജയിച്ചു പോകും നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ ശക്തരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികൾ, കെ മുരളീധരൻ UDF-ൽ നിന്ന്, VS സുനിൽകുമാർ LDF-ൽ നിന്ന്, NDA-ൽ നിന്ന് സുരേഷ് ഗോപി, ഈ 3 ശക്തരായിട്ടുള്ള ഒരേ പ്രാധാന്യം നൽകുന്ന ജനങ്ങൾ അത്രയധികം നോക്കിക്കാണുന്ന 3 നേതാക്കൾ, ഈ 3 നേതാക്കളിൽ ആരാകും തൃശ്ശൂർ ഭരിക്കാൻ പോകുന്നത്, ശക്തന്റെ മണ്ണിൽ ആരാണ് കൊടിനാട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് BJP-ക്ക് മറ്റൊരു വിജയ സാധ്യത കൂടി ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ UDF-നും LDF-നും ഒരേപോലെ സാധ്യത പ്രഖ്യാപിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ NDA-ക്കും ഈ സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും LDF-നെ സംബന്ധിച്ച് ആകെ കഴിഞ്ഞ 2019 ഏക ആശ്വാസം ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ മാത്രമാണ്. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം KC വേണുഗോപാലിന്റെ ഒരു കടന്നുവരോടുകൂടി അവിടെ AMRF-ന്റെ സാധ്യതകൾക്ക് വലിയ മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുതയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് 1 മുതൽ 4 വരെ സീറ്റുകൾ ലഭിക്കാമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് എവിടെയൊക്കെയാണ് വില ചൂണ്ടുന്നത് എന്നാണ് നമുക്കിനി പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊക്കെ